ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ നീർത്തട വികസന പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് വിമുഖത. വിനിയോഗിച്ചത് പദ്ധതി വിഹിതത്തിന്റെ 59% മാത്രമെന്ന് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ നീർത്തട വികസന പദ്ധതി ഉപയോഗപ്പെടുത്തിയത് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം. രാജ്യത്തെ കാർഷിക ഭൂമിയുടെ ജലസേചനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ തുള്ളിയിൽ നിന്നും അധിക വിളവ് എന്നതായിരുന്നു പദ്ധതിയുടെ മുദ്രാവാക്യം. മണ്ണൊലിപ്പ്, മണ്ണിലെ പോഷകക്കുറവ്, ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവ കാരണം ഉൽപാദനക്ഷമതയിൽ കുറവ് അനുഭവിക്കുന്ന കാർഷിക ഭൂമിയെ ഈ പദ്ധതിയിലൂടെ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ ഖജനാവിൽ നിന്നും സാമ്പത്തിക സഹായവും അനുവദിച്ചിരുന്നു. എന്നാൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും കർഷകരുമായും കൃഷിയുമായും ബന്ധപ്പെട്ട ഈ പദ്ധതി ഗൗരവമായി എടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പദ്ധതിയിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ധനവിനിയോഗത്തിന്റെ രേഖകൾ സമർപ്പിക്കാത്തത് കാരണം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ പദ്ധതി വിഹിതം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ധാരണയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ മികച്ച നിർവഹണം ഉറപ്പാക്കും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ 11 മന്ത്രാലയങ്ങളിലെ മന്ത്രിമാരുമായുള്ള യോഗം വിളിക്കും. ജില്ലാതല ക്ലസ്റ്ററുകൾ സൃഷ്ടിച്ചുകൊണ്ട് പയറുവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത ദൗത്യം നടപ്പിലാക്കാനാണ് കേന്ദ്ര നീക്കം. ഈ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴെത്തട്ടിൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ ചൗഹാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 സംരംഭങ്ങളും അടിസ്ഥാന തലത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് കർഷകർക്ക് നേരിട്ട് ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തതാ ദൗത്യം വിജയകരവും സമയബന്ധിതവുമായി നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ നോഡൽ ഓഫീസർമാരെ ഉൾപ്പെടുത്തി ഒരു യോഗം വിളിക്കാനും കേന്ദ്ര കൃഷിമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന 11 മന്ത്രാലയങ്ങളിലെ 36 ഉപപദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് 100 ജില്ലകളിലെ കാർഷിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഈ പശ്ചാത്തലത്തിൽ പദ്ധതിയുടെ പരമാവധി നേട്ടങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ 11 മന്ത്രാലയങ്ങളിലെ മന്ത്രിമാർ, സെക്രട്ടറിമാർ, നീതി ആയോഗിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു യോഗം സംഘടിപ്പിക്കാനാണ് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സപ്ലൈകോ നെല്ല് സംഭരിച്ചില്ല. ആലപ്പുഴ ജില്ലയിലെ കർഷകരെ തുണച്ചത് ഓയിൽ പാം ഇന്ത്യ. കൊയ്ത്തു കഴിഞ്ഞ് 18 ദിവസമായി സപ്ലൈകോയെ കാത്തിരുന്നിട്ടും നെല്ല് സംഭരിക്കാതെ വന്നപ്പോഴാണ് കർഷകർ ഓയിൽ പാം ഇന്ത്യയെ സമീപിച്ചത്. ജില്ലയിലെ വിരിപ്പ് കൃഷിയുടെ ആദ്യ നെല്ല് സംഭരണം ചിപ്പുങ്കൽ അന്തോണിക്കായൽ പാടശേഖരത്ത് നിന്ന് ഓയിൽ പാം ഇന്ത്യയുടെ കീഴിലുള്ള വെച്ചൂർ മോഡേൺ റൈസ് മിൽ നടത്തി. സപ്ലൈകോടെ സംഭരിക്കുന്ന വിലയായ കിലോയ്ക്ക് 28 രൂപ 20 പൈസയും കൈകാര്യച്ചെലവ് ഇനത്തിൽ 12 പൈസയും തന്നെയാണ് ഓയിൽ പാം ഇന്ത്യയും നൽകുന്നതെന്ന് പാടശേഖര സമിതി അറിയിച്ചു. കഴിഞ്ഞ പുഞ്ചകൃഷി സീസണിലെ നെല്ല് സംഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കുട്ടനാടൻ മേഖലയിൽ നിന്ന് സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ നെല്ല് സംഭരിക്കാതെ വന്നപ്പോഴും ഓയിൽ പാം ഇന്ത്യയാണ് കർഷകരുടെ രക്ഷയ്ക്കെത്തിയത്. കേരളത്തിലെ കർഷകരുടെ മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള ചുമതല സപ്ലൈകോയ്ക്കാണ്. ഇത് അരിയാക്കി തിരികെയാണ് അംഗീകൃത മില്ലുകളെ സപ്ലൈകോ ചുമതലപ്പെടുത്തുന്നത്. സപ്ലൈകോയുമായി കരാർ വയ്ക്കാതെ മാറി നിൽക്കുകയാണ് മില്ലുകാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.